നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. 2 തെസ്സലോനി 1:4. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഇനി വീണ്ടും അപ്പസ്തോലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനോട് ഇപ്രകാരമാണ് പ്രബോധിപ്പിക്കുന്നത്. 2 തിമോത്തി 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അതായത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു, സുവിശേഷം പറഞ്ഞു, കുറേ കഷ്ടതകൾ, തടവ്, പീഡനം, വസ്തുനഷ്ടം എല്ലാം ഉണ്ടായി. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം ഈ കഷ്ടതകൾക്ക് വലിയ പ്രതിഫലം തരാനായി ശേഷിയുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ പരിഗണിക്കുന്നുവെന്ന് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി പത്രോസ്ലീഹയും ഇക്കാര്യം പറയുന്നുണ്ട്. 1 പത്രോസ് 4:15-16 നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. 1 പത്രോസ് 4:16 നമുക്കൊരുമിച്ച് വായിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. വീണ്ടും വായിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഇനി റോമാലേഖനം 8:18 നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 8:18. റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നു ഞാൻ എണ്ണുന്നു. ഐ കൺസിഡർ ദാറ്റ് അവർ പ്രസന്റ് സഫറിങ്സ് ആർ നോട്ട് വർത്ത് കമ്പയറിംഗ് വിത്ത് ദ ഗ്ലോറി ദാറ്റ് വിൽ ബി റിവീൽഡ് ഇൻ us. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഞാൻ എണ്ണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐ കൺസിഡർ, ഞാൻ പരിഗണിക്കുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പസ്തോലനായ പൗലോസിന് വളരെ വ്യക്തമായൊരു ബോധ്യമുണ്ട്. മറ്റേതൊരു സുവിശേഷകനും സുവിശേഷത്തിന് വേണ്ടി അനുഭവിച്ചതിനേക്കാളും അധികം പീഡനങ്ങൾ, എതിർപ്പ്, ഉപദ്രവങ്ങൾ അപ്പസ്തോലനായ പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസിന് ശക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതകൾ വെറുതെയല്ല, ഇതിന് വലിയൊരു പ്രതിഫലം ലഭിക്കാൻ പോകുന്നുണ്ട്. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അഥവാ മഹത്വീകരണം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഐ കൺസിഡർ. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന എല്ലാവർക്കും ഈ ബോധ്യം, അപ്പസ്തോലനായ പൗലോസിനുള്ള ഈ ബോധ്യം വേണം. ഇന്ന് സുവിശേഷ നിമിത്തം ധാരാളം ദൈവമക്കൾ ഉപദ്രവങ്ങൾ അനുഭവിക്കുകയാണ്. വസ്തുനഷ്ടം, പീഡനം, അനാവശ്യമായി പലരും അവരെ ഉപദ്രവിക്കുന്നു. പലരും തടവിലാണ്. പലർക്കും മക്കളും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും നഷ്ടപ്പെട്ടു. സ്വന്തം വീടും ഭവനവും സുവിശേഷ നിമിത്തം ഉപേക്ഷിക്കേണ്ടി വന്ന ധാരാളം വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ബോധ്യമുണ്ടാകണം. ക്രിസ്തുവിനെ പ്രതി കഷ്ടം സഹിക്കുമ്പോൾ ഇത് വെറുതെയല്ല, എന്നിൽ ഒരു തേജസ് വെളിപ്പെടും. അതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എന്ന് പറഞ്ഞാൽ ഐ കൺസിഡർ എന്ന് പറഞ്ഞാൽ ഞാനൊരു അഭിപ്രായം പറയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ശക്തമായ കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോൾ തനിക്ക് ലഭിച്ച അതിശക്തമായൊരു ബോധ്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാനാണ് ഞാൻ എണ്ണുന്നു, ഐ കൺസിഡർ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പൗലോസിന് അതിമഹത്തായൊരു തേജസ്കരണം നിശ്ചയമായി ലഭിക്കുമെന്ന് 100% ബോധ്യമുണ്ടായിരുന്നു. ഈ ബോധ്യം നമുക്കും ഉണ്ടാകണം. പൗലോസ് നിസ്സാരമായ കഷ്ടങ്ങളാണോ അനുഭവിച്ചത്? പൗലോസ് നിസ്സാരങ്ങളായ കഷ്ടങ്ങളല്ല അനുഭവിച്ചത്, സാരമായ കഷ്ടതകൾ തന്നെ. പക്ഷേ തന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചപ്പോൾ ആ സാരമായ കഷ്ടതകൾ നിസ്സാരമായ കഷ്ടതകളായി പൗലോസ് പരിഗണിച്ചു. പൗലോസ് അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ച് പൗലോസ് തന്നെ വിവരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11 അധ്യായം 23 തൊട്ട് 26 വരെ വായിക്കുന്നു. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. ഇതുമാത്രമല്ല പൗലോസ് അനുഭവിച്ച കഷ്ടതകൾ. പൗലോസ് രേഖപ്പെടുത്താത്ത ഒത്തിരി കഷ്ടതകളിലൂടെ പൗലോസ് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇത്രയും സാരമേറിയ കഷ്ടതകളിലൂടെ പോയിട്ടും പൗലോസ് പറയുന്നു, ഇതൊന്നും സാരമില്ല, കാരണം എന്നിൽ ഒരു വലിയ തേജസ്കരണം നടക്കാനിരിക്കുന്നുണ്ട്. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ അനുഭവിച്ച കഷ്ടതകളൊന്നും, ഞാൻ അനുഭവിച്ച കഷ്ടതകളൊന്നും സാരമുള്ളവയല്ല, നിസ്സാരങ്ങളാണ്. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. രക്ഷിക്കപ്പെടാത്തവർ ചെറിയ കഷ്ടതകൾ വരുമ്പോൾ അവർ വലിയ കഷ്ടത വന്നു എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? രക്ഷിക്കപ്പെടാത്തവർക്ക് ഭാവിയിൽ ഒരു തേജസ്കരണം അഥവാ മഹത്വീകരണം വരാനില്ല. നമുക്കൊരു തേജസ്കരണം ഭാവിയിൽ വരാനുണ്ടെങ്കിൽ മാത്രമേ ആ തേജസ്കരണവുമായി നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടതകൾ നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കൂ. രക്ഷിക്കപ്പെടാത്തവർക്ക് ഭാവിയിൽ ഒരു തേജസ്കരണം വരാനില്ലാത്തത് കൊണ്ട് അവരുടെ കഷ്ടതകൾ അവർക്ക് ആ തേജസ്കരണവുമായി തുലനം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർ ചെറിയ കഷ്ടതകൾ വരുമ്പോഴേക്കും വലിയ കഷ്ടതകൾ വന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവമക്കളാകട്ടെ വലിയ കഷ്ടത വന്നിട്ടും വലിയ കഷ്ടത വന്നു എന്നല്ല പറയുന്നത്. വലിയ കഷ്ടത വന്നിട്ട് അവർ പറയുന്നത് ഇത് നിസ്സാരമായ കഷ്ടതയാണ് എന്നാണ്. അതിന് കാരണം അവരിൽ ഒരു വലിയ തേജസ് വെളിപ്പെടാനിരിക്കുന്നു. ആ വെളിപ്പെടാനിരിക്കുന്ന തേജസ്സുമായി ഈ വലിയ കഷ്ടങ്ങളെ അവർ തുലനം ചെയ്തപ്പോൾ ഈ വലിയ കഷ്ടങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം തുലോം നിസ്സാരമായ കഷ്ടതയായി തീർന്നു. റോമാലേഖനം 8:18 നമുക്കൊരുമിച്ച് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വീണ്ടും വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഒരു കഷ്ടത വരുമ്പോൾ ആ കഷ്ടതയുടെ ആഴവും ആ കഷ്ടത ആര് മുഖാന്തരം വന്നു അതൊന്നും ചികഞ്ഞ് പരിശോധിക്കാതെ ഈ കഷ്ടത അനുഭവിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണം എന്താണ്, അതാണ് ധ്യാനിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്,
സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു മുടിയിട പോലും കൊഴിയുകയില്ല. ദൈവമക്കളായ നമുക്ക് കർത്താവ് അനുവദിക്കാത്ത ഒരു കഷ്ടവും വരികയില്ല. കർത്താവ് അനുവദിക്കുന്ന കഷ്ടതയെല്ലാം നമ്മുടെ ശിക്ഷണത്തിനും നമ്മുടെ ഗുണീകരണത്തിനും ഒടുവിൽ നിത്യമായ തേജസ്കരണത്തിനും സഹായിക്കുന്ന തങ്കക്കഷ്ടതകൾ മാത്രമാണ്. എന്നാൽ ഇന്ന് പല ദൈവമക്കളും അവരുടെ തലയിലെ മുടി കൊഴിഞ്ഞാൽ ഈ മുടി കൊഴിയാൻ ആരാണ് കാരണം? അതിൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? ആര് നിമിത്തമാണ് ഈ ദ്രോഹം ഉണ്ടായത്? ആരാണ് ഈ കഷ്ടതയുടെ ഉത്തരവാദി? അവർക്കെതിരെ ഞാൻ നടപടിയെടുക്കും. എന്നാൽ അതേ സമയം അവർ പറയുകയും ചെയ്യും, സ്വർഗീയ പിതാവ് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിയിഴ കൊഴിയുകയില്ല. കർത്താവ് അറിഞ്ഞിട്ടാണ് ആ മുടിയിഴ കൊഴിഞ്ഞതെങ്കിൽ നാം എന്തിനാണ് അതിൻ്റെ കാരണങ്ങളും അതാര് നിമിത്തമാണ് എന്നൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? ദൈവമക്കളുടെ സമ്പത്ത് മറ്റുള്ളവർ മോഷ്ടിച്ചാൽ അവർ എന്തു ചെയ്യണം? നേരത്തെ പറഞ്ഞല്ലോ, ദൈവമക്കൾക്ക് കഷ്ടത വരാം. ദൈവമക്കളുടെ സമ്പത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാം. ദൈവമക്കളുടെ തലയിൽ നിന്ന് മുടിയുടെ കൊഴിയും. അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. മറ്റുള്ളവർ നമ്മുടെ സമ്പത്ത് അന്യായമായി എടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവമക്കളായ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിച്ചുവോ അങ്ങനെ തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളും അവരുടെ വസ്തുവകകൾ, അവർക്ക് ന്യായമായി അവകാശപ്പെട്ട ഭൗമിക നന്മകൾ മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോകുമ്പോൾ പ്രതികരിക്കേണ്ടത്. ദൈവമക്കൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. ദൈവമക്കൾക്ക് ഭാവിയിൽ ഒരു തേജസ്കരണം, മഹത്വീകരണം വരാനിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലെ വസ്തുനഷ്ടം അവർക്ക് സന്തോഷത്തോടെ സഹിക്കാൻ പറ്റും. നമ്മുടെ വസ്തു, നമുക്ക് അവകാശപ്പെട്ട പണം, ഇതൊക്കെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയാൽ അല്പം പ്രയാസവും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകും. പക്ഷേ ഒരു പ്രതികാര നടപടിക്കും നാം പോകരുത്. ആ വസ്തുനഷ്ടം സന്തോഷത്തോടെ സഹിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ തേജസ്കരണം ശക്തിയുള്ളൊരു തേജസ്കരണമായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ദൈവമക്കളായ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ ആരെങ്കിലും നമ്മോട് ഇപ്രകാരം പറയുകയാണെന്ന് ചിന്തിക്കുക, അയ്യോ നിങ്ങളുടെ സ്വത്തെല്ലാം പോയല്ലോ, എന്തൊരു ദുരിതമാണ് നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്, വലിയ കഷ്ടമായി പോയല്ലോ. അങ്ങനെ നമ്മെ നോക്കി ആരെങ്കിലും ഒരഭിപ്രായം പറഞ്ഞാൽ നമ്മൾ എന്താണ് അവരോട് മറുപടി പറയേണ്ടത്? ഇപ്രകാരം പറയണം, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. അതിനാൽ ഞങ്ങൾക്ക് ഈ നഷ്ടത്തിലും സന്തോഷിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ എന്തെല്ലാം വന്നു ഭവിച്ചാലും ഞങ്ങളത് സന്തോഷത്തോടെ സഹിക്കും. നിരാശ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളിൽ ഒരു വലിയ തേജസ്കരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നടക്കും. അപ്പോൾ ഇപ്പോൾ അനുഭവിച്ച ഈ നഷ്ടത്തിന് വലിയ പ്രതിഫലം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കും. ഇതാണ് പ്രത്യാശയുള്ള ക്രിസ്ത്യാനിയുടെ മറുപടി. ഇവിടെ ബ്രദർ വായിച്ചു, എബ്രായ വിശ്വാസികളുടെ സമ്പത്ത് മറ്റുള്ളവർ കവർന്നെടുത്തപ്പോൾ അവർക്ക് നിരാശ വന്നില്ല. സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് കരുതി അവർ സമ്പത്തുകളുടെ അപഹാരം പോലും സന്തോഷത്തോടെ സഹിച്ചു. ദൈവമക്കളുടെ കഷ്ടതകൾക്ക് മഹാപ്രതിഫലം ലഭിക്കും. ഈ കാര്യത്തിന് തെളിവായി ഒരു വചനഭാഗം വായിക്കുമോ? തീർച്ചയായും വായിക്കാം. ദൈവമക്കളുടെ കഷ്ടതകളൊന്നും വൃഥാവാകുകയില്ല. ആ കഷ്ടതകൾക്ക് മഹാപ്രതിഫലം അവർക്ക് ലഭിക്കും. പത്രോസ്ലിഹ എഴുതിയ ലേഖനം 1 പത്രോസ് 4-ാം അധ്യായം 12 തൊട്ട് 13 വരെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. 1 പത്രോസ് 4-ന്റെ 12 തൊട്ട് 13 വരെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ
പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ. ആ സന്തോഷം നിശ്ചയമായും കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവമക്കൾക്ക് നിശ്ചയമായും കഷ്ടതയുണ്ടാകും. വിശുദ്ധ ബൈബിൾ അക്കാര്യം ഒളിച്ചു വയ്ക്കുന്നില്ല. ലോകം, ജഡം, പിശാച്, സ്വയം, ഇതെല്ലാം ദൈവമക്കളുടെ ശത്രുക്കളാണ്. അവയ്ക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ കഷ്ടതയുണ്ട്. റോമാലേഖനം 8:18 നമ്മോട് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. വിജയകരമായി പോരാടിയാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിത്യമായൊരു തേജസ്കരണം, മഹാപ്രതിഫലം ലഭിക്കും. കർത്താവായ യേശു തൻ്റെ മക്കളായി നമ്മെ സ്വീകരിച്ചതുകൊണ്ട് ശിക്ഷണം നമുക്ക് കിട്ടും. പല കഷ്ടതകളും ദൈവമക്കൾക്ക് നൽകുന്നത് ഡിസിപ്ലിൻ ചെയ്യുകയാണ് കർത്താവ് നമ്മെ. കർത്താവിൻ്റെ വഴിയെ നാം പോകുവാൻ കർത്താവ് നമ്മെ പരിശീലിപ്പിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ലോകമക്കൾക്ക് കഷ്ടത വരുമ്പോൾ അവരുടെ സ്വഭാവത്തിന് വല്ല വ്യത്യാസവും വരാറുണ്ടോ? ദൈവമക്കൾക്കും കഷ്ടത വരാറുണ്ട്, ലോകമക്കൾക്കും കഷ്ടത വരാറുണ്ട്. ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് നാം നേരത്തെ വായിച്ചത്. ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. എന്നാൽ ലോകമക്കൾക്ക് അടിക്കടി കഷ്ടത വരുമ്പോൾ അവരുടെ പരുക്കൻ സ്വഭാവം ഒന്നുകൂടി വർദ്ധിക്കുവാൻ ഇടയാകാറുണ്ട്. മദ്യപാനിയായ ഭർത്താവ് നിരന്തരമായി ഭാര്യയെ മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. കഷ്ടതകൾ അനേക വർഷങ്ങൾ ആ സഹോദരി അനുഭവിച്ചപ്പോൾ അവരുടെ സ്വഭാവം വല്ലാത്ത പരുക്കൻ സ്വഭാവമായി മാറി. കാരണം സമാധാനമോ ആശ്വാസമോ പ്രത്യാശയോ സന്തോഷമോ സമാധാനമോ ഒന്നും ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. അതിൻ്റെ ഫലമായി ഒരു കടുത്ത ഹൃദയത്തിൻ്റെ ഉടമയായി ആ സഹോദരി മാറിയാൽ അവളെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് കഷ്ടതയുടെ പുറകിലുള്ള ദൈവികോദ്ദേശം കഷ്ടതയുടെ സമയത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ കഷ്ടത നിൻ്റെ സ്വഭാവ രൂപീകരണത്തിനാണ്. കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. ഈ കഷ്ടതയിൽ നീ സഹിഷ്ണുത കാണിച്ചാൽ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിനക്ക് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കും. ചിലപ്പോൾ കഷ്ടത വരുമ്പോൾ ലോകമക്കൾക്ക് അവരുടെ സ്വഭാവത്തിൽ അല്പം ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന്, മദ്യപാനിയായ ഒരുവൻ അസഭ്യം പറയും, ആക്രമിക്കും, വീട്ടിലൊരു സ്വസ്ഥതയും കൊടുക്കുകയില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു അപകടം പറ്റി. 2 വർഷം അദ്ദേഹം കിടപ്പിലായി. ഭാര്യയും മക്കളും അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ 2 വർഷം അദ്ദേഹം അല്പം അനുസരണമുള്ളവനായി മദ്യപാനം ഉപേക്ഷിച്ചു. പക്ഷേ 2 വർഷം കഴിഞ്ഞു, ആരോഗ്യം കിട്ടി, വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വഷളായി ജീവിക്കാനും തുടങ്ങി.
ഇതാണ് പലപ്പോഴും പരിശുദ്ധാത്മാവില്ലാത്തവർക്ക്, വീണ്ടും ജനിക്കാത്തവർക്ക് കഷ്ടത വരുമ്പോൾ അവരിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. എന്നാൽ അപ്പസ്തോലനായ പൗലോസിന് എത്രമാത്രം കഷ്ടതകൾ വന്നു, ആ കഷ്ടതയെല്ലാം പൗലോസിനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് കൂടുതൽ കൂടുതൽ അനുരൂപനാക്കിക്കൊണ്ടിരുന്നു. ഓരോ തവണ കഷ്ടതയും പീഡനവും തടവും അനുഭവിക്കും തോറും പൗലോസിൻ്റെ പ്രത്യാശ വർദ്ധിച്ചു, ക്ഷമിക്കാനുള്ള കഴിവ് വർദ്ധിച്ചു, ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കഴിവ് വർദ്ധിച്ചു. ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിയാകുവാൻ പൗലോസിനെ കഷ്ടതകൾ വളരെ സഹായിച്ചു. ഇതുപോലെ ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകമക്കൾക്ക് കഷ്ടത വരുമ്പോൾ അവർക്ക് പ്രത്യാശയില്ല, കാരണം ഇതിന് വലിയ പ്രതിഫലമൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് അവർ കഷ്ടത വരുമ്പോൾ എൻ്റെ വിധിയാണ്, എൻ്റെ തലയിലെ എഴുത്താണ്, ഞാൻ സഹിച്ചേ പറ്റൂ, അങ്ങനെ നിരാശയോടെ ദുഃഖം കടിച്ചമർത്തുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഇവിടെ നാം വായിച്ചത് ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ അവരുടെ പ്രത്യാശ വർദ്ധിക്കുന്നു. ലോകമക്കൾക്ക് കഷ്ടത വരുമ്പോൾ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെടുകയാണ്. ചിലപ്പോൾ കഷ്ടത അടിക്കടി വരുമ്പോൾ ചില ദൈവമക്കളും തളർന്നു പോകാറുണ്ടല്ലോ, ഇത് എന്തുകൊണ്ടാണ്? ചില ദൈവമക്കൾക്ക് കഷ്ടതകളുടെ പുറകിലുള്ള ദൈവികോദ്ദേശം അറിയുകയില്ല. ദൈവവചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പരിജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ദൈവമക്കൾക്ക് അടിക്കടി കഷ്ടത വരുമ്പോൾ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ നിരാശരായി മാറുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ലഭിക്കാതെ എപ്പോഴും വലിയ അനുഗ്രഹവും ഏത് സമയത്തും വലിയ വിടുതലും അതുമാത്രം പ്രതീക്ഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ദൈവികോദ്ദേശം മനസ്സിലാക്കാതെ അവർ അസ്വസ്ഥരാവുകയാണ്. അങ്ങനെയുള്ള ചിലർക്ക് പ്രാർത്ഥനയിൽ താല്പര്യം കുറഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ സഭാരാധനയിൽ ക്രമമായി അവർക്ക് പങ്കെടുക്കുവാൻ താല്പര്യം കാണുകയില്ല. സുവിശേഷ വേലയിലും ചിലപ്പോൾ താല്പര്യം കാണുകയില്ല. ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ കൂടെ ആരാധിക്കുന്ന മറ്റു വിശ്വാസികളെ നോക്കാറുണ്ട്. അവർക്ക് എത്രമാത്രം പണമാണ്, എത്ര നല്ല വീടാണ്, എത്ര നല്ല ജോലിയാണ്, ഞാനും ഈ സഭയിൽ ആരാധിച്ചിട്ട് എനിക്കിതുവരെയും സാമ്പത്തിക മേഖലയിൽ ഒരു ബ്രേക്ക് ത്രൂ വന്നില്ലല്ലോ. അങ്ങനെയെല്ലാം ചിന്തിക്കാൻ കാരണം യഥാർത്ഥ സുവിശേഷം, ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ പ്രബോധനം ദൈവമക്കൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ കഷ്ടതയുടെ സമയത്ത് അവർ അപ്സെറ്റാകും. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവന് രക്ഷ പ്രാപിക്കുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് മരണം വരെ സഹിച്ചു നിൽക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്നാണ് യാക്കോബ് 1:12 പറയുന്നത്. കഷ്ടതയുടെ സമയത്ത് ആത്മീയമായി തളരുന്ന വിശ്വാസികൾ, നിരാശരായിത്തീരുന്ന വിശ്വാസികൾ എളുപ്പം പാപങ്ങളിലേക്ക് വീണുപോകും. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ അവനെ കീഴടക്കുമ്പോൾ എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, വിചാരിച്ച പോലെ ഭൗമിക നന്മകൾ കിട്ടിയില്ലല്ലോ, ആ ചിന്തകൾ അവൻ്റെ മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ രഹസ്യവും പരസ്യവുമായുള്ള പല പാപങ്ങൾക്കും ആ വിശ്വാസി വശംവദനാകുവാൻ സാധ്യതയുണ്ട്. അത് പിശാചിനും അറിയാം. അതുകൊണ്ട് ദൈവമക്കൾക്ക് വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് യഥാർത്ഥ കാഴ്ചപ്പാട് ലഭിക്കണം. ഏതോ ചില പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ആശയങ്ങൾ മാത്രമാണ് ചിലർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ പരിശോധനയുടെയും കഷ്ടതയുടെയും എതിർപ്പിൻ്റെയും നടുവിൽ തളർന്നു പോകും. ചിലപ്പോൾ പിന്മാറ്റക്കാരായി എന്ന് വരും, ചിലപ്പോൾ വേണ്ടാത്ത വൃത്തികേടുകളും കാണിച്ചു എന്ന് വരാം. അത് വരാതിരിക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരു നാളും നശിക്കുകയില്ല. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രബോധനം നമ്മൾ കേട്ടാൽ മതി. നമ്മെ വഞ്ചിക്കുന്ന ഇടയന്മാരുടെ പ്രബോധനം കേട്ടാൽ നാം കുടുങ്ങിപ്പോകും. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ക്രിസ്തുവിനെ പോലെ നല്ല ഇടയൻ വേറെ എവിടെയുമില്ല.
ആ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത്. ആരും നമ്മളെ ഉപദേശിക്കാനില്ലെങ്കിലും അസ്വസ്ഥരാകേണ്ട. ക്രിസ്തു നമ്മെ ഉപദേശിക്കും, പഠിപ്പിക്കും, തെറ്റുതിരുത്തും, നേരായ ജീവൻ്റെ വഴി കാണിച്ചു തരും. ഇതെല്ലാം ക്രിസ്തു ചെയ്യുന്നത് അവിടുത്തെ വചനമായ വിശുദ്ധ ബൈബിളിലൂടെയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾ കഷ്ടതയെ സമീപിക്കുന്ന വിധമാണ് നാം നേരത്തെ ചിന്തിച്ചത്. പ്രത്യാശയുള്ള ദൈവമക്കൾ കഷ്ടത വരുമ്പോൾ അവരിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ അവർ ധ്യാനിക്കുകയും അങ്ങനെ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടത സാരമുള്ളതല്ല, നൊടിനേരത്തേക്കുള്ളതാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നു. കഷ്ടതയുടെ പുറകിലുള്ള ദൈവികോദ്ദേശം മനസ്സിലാക്കി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. കഷ്ടത വരുമ്പോൾ ഏതെങ്കിലും വിശ്വാസി ഇളകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വചനമെന്ന അടിത്തറമേൽ അവൻ ഭവനം പണിതിട്ടില്ല. മണലിന്മേലാണ്, ദുരുപദേശങ്ങളിന്മേലാണ് അവൻ വീട് പണിതിരിക്കുന്നത്. കാറ്റും തിരമാലയും ആഞ്ഞടിക്കുമ്പോൾ അത് കുലുങ്ങും, വീഴും. എബ്രായ ലേഖനം 11:26 ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. മോശയെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. മോശയ്ക്ക് ആ കഷ്ടതയുടെ ഉദ്ദേശം മനസ്സിലായി. കഷ്ടതകളെ എല്ലാവരും ഒരേ രീതിയിലാണോ കാണുന്നത്? എല്ലാവർക്കും കഷ്ടത വരും. ദൈവമക്കൾക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും ഒരു രീതിയിലല്ലെങ്കിൽ പല രീതിയിലും കഷ്ടതകൾ വരും. എന്നാൽ ഓരോരുത്തരും കഷ്ടതകളെ നേരിടുന്ന വിധം വ്യത്യസ്തമാണ്. 3 പേർ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. 2 പേർ ദുഷ്പ്രവൃത്തിക്കാരാണ്. നടുവിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവും. 3 പേരും കഷ്ടതയിലൂടെ, തീവ്രവേദനയിലൂടെ പോകുകയാണ്. 3 പേരെയും ക്രൂശിൽ ആണികളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. 3 പേർക്കും വേദന. എന്നാൽ ആ വേദനയെ 3 പേരും വ്യത്യസ്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ഒരു ഭാഗത്ത് നാം വിളിക്കുന്ന നല്ല കള്ളൻ, ആ ദുഷ്പ്രവൃത്തിക്കാരൻ മാനസാന്തരപ്പെട്ടു. അവൻ പറയുന്നത് ഞാനിത് അർഹിക്കുന്നു. അവൻ മറ്റേ ദുഷ്പ്രവൃത്തിക്കാരനോടും പറയുന്നുണ്ട്, നാം ചെയ്തതിന് തക്ക ശിക്ഷയാണ് നമുക്ക് കിട്ടിയത്. അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുതപിക്കുവാൻ ആ കഷ്ടത, വേദന ഇടയാക്കി. മാത്രമല്ല, ആ കഷ്ടതയിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനെ അവൻ അംഗീകരിച്ചു. യേശുവിനോട് അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ക്രിസ്തു അവനോട് പറയുകയാണ്, അവൻ മാനസാന്തരപ്പെടുവാനും തൻ്റെ തെറ്റാണെന്ന് അംഗീകരിക്കാനും തയ്യാറായപ്പോൾ, ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം പരസ്യമായി ക്രൂശിൽ കിടന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ക്രിസ്തു അവനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായിലായിരിക്കും. അപ്പോൾ മാനസാന്തരപ്പെട്ട ആ ദുഷ്പ്രവൃത്തിക്കാരനെ സംബന്ധിച്ച് ആ ക്രൂശിലെ വേദന ഏറ്റവും അനുഗ്രഹമായ ഒന്നിലേക്ക് അവനെ നയിക്കുകയാണ്. ഇനി മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ, അവനും വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവൻ ആ വേദന അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിനെ പരിഹസിക്കുകയാണ്. അവനൊരിക്കലും പറയുന്നില്ല ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ലഭിച്ചു. അവൻ മാനസാന്തരപ്പെടുന്നില്ല. ഒടുവിൽ ക്രൂശിൽ അവൻ്റെ തൊട്ടരികിൽ അവൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തു തൂങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവനെ പറുദീസായിലേക്ക് കൊണ്ടുപോകുവാൻ കെൽപ്പുള്ള രക്ഷിതാവിൽ ആശ്രയിക്കാതെ അവൻ ക്രൂശിലെ വേദനയെല്ലാം സഹിച്ച് നരകത്തിലേക്കാണ് പോകുന്നത്. മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ ക്രൂശിലെ വേദന സഹിച്ച് പറുദീസായിലേക്ക് പോകുമ്പോൾ അതേ വേദന സഹിച്ച മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ നരകയോഗ്യനായി മാറുകയാണ്.
ഇനി ഇവരുടെ നടുവിൽ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ക്രിസ്തു ആ വേദനയെ എങ്ങനെയാണ് കാണുന്നത്? പിതാവ് നൽകിയ പാനപാത്രമാണ് ക്രിസ്തു കുടിക്കുന്നത്. പുത്രൻ മരിക്കണം, വിശുദ്ധ രക്തം ചിന്തണം, അങ്ങനെ സകല മാനവർക്കും ആത്മരക്ഷ, പാപമോചനം വരുത്തണം. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിനൊരു കാര്യം അറിയാമായിരുന്നു, ഈ കഷ്ടത യാദൃച്ഛികമായി വന്നതല്ല. യൂദാസ്കറിയോത്ത് വിചാരിച്ചാലോ പീലാത്തോസ് വിചാരിച്ചാലോ അന്നത്തെ ഗവർണർമാർ വിചാരിച്ചാലോ എന്നെ ക്രൂശിൽ തറയ്ക്കുവാൻ സാധ്യമല്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ ഈ ക്രൂശിൽ വേദന സഹിച്ച് മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിനറിയാം ഈ വേദന ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറുന്നതിൻ്റെ ഭാഗമാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തു ക്രൂശുമരണം സ്വീകരിക്കുന്നത് ഇതെന്തൊരു ശല്യമായി, ഇങ്ങനെയൊന്നും എനിക്ക് വരാൻ പാടില്ലായിരുന്നു, ആ മനോഭാവത്തോടു കൂടെയല്ല. ഞാൻ നന്മ ചെയ്തിട്ടും എനിക്ക് കുരിശുമരണമാണല്ലോ കിട്ടിയത്, അങ്ങനെ അല്ല ക്രിസ്തു മരിക്കുന്നത്. ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഗാഗുൽത്ത മലയിൽ നിന്ന് വിലാപത്തിൻ്റെ മാറ്റൊലി കേൾക്കുന്നു. നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെയല്ലേ ചെയ്തത്, മുന്തിരി നിങ്ങൾക്ക് തന്നു, കയ്പനീരല്ലേ എനിക്ക് തന്നത്, ഒടുവിൽ ഗത്യന്തരമില്ലാതെ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ക്രൂശ് മരണം ഞാൻ സ്വീകരിച്ച് ഇതാ മരിച്ചു പോകുന്നു. അങ്ങനെ പ്രത്യാശയില്ലാതെയല്ല ക്രിസ്തു മരിക്കുന്നത്. അവിടത്തേക്കറിയാം ഇത് പിതാവിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ് ഈ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കി ക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവിങ്കൽ പ്രത്യാശയോടെ സമർപ്പിച്ചു. ക്രിസ്തു പറഞ്ഞിരുന്നു, പിതാവേ, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചുമിരിക്കുന്നു. എന്ത് പ്രവൃത്തിയാണോ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് അത് പരിപൂർണമായി നിവൃത്തിയാക്കി. അങ്ങനെ ക്രിസ്തു മരിക്കുന്നത് തികഞ്ഞ സംതൃപ്തിയോടെ, എനിക്ക് ഈ മരണത്തിലൂടെ എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞല്ലോ, ആ പ്രത്യാശയോടെ യേശു മരിക്കുന്നു. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ്? കഷ്ടതകൾ നമുക്കെല്ലാവർക്കും വരും. എത്ര കൃപാവരമുള്ള വ്യക്തിയായാലും സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന വ്യക്തിയായാലും എല്ലാവർക്കും കഷ്ടത വരും. പുതിയ വിശ്വാസിയായാലും പഴയ വിശ്വാസിയായാലും കഷ്ടത വരും. പക്ഷെ ഓരോരുത്തരും കഷ്ടതയെ സമീപിക്കുന്ന വിധം വ്യത്യസ്തമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ മാതൃകയാക്കണം. അവൻ നമുക്ക് വേണ്ടി സഹിച്ചു, നാം പിൻചെല്ലുവാൻ ഒരു മാതൃക തന്നിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. എബ്രായ ലേഖനം 12:2. എബ്രായ ലേഖനം 12:2. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ എല്ലാ പരീക്ഷയും അതിജീവിച്ചു. അവിടത്തേക്ക് പാപം ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. കഷ്ടതയുടെ സമയത്ത് യേശുക്രിസ്തു പിതാവിൽ ആശ്രയിച്ചു. എല്ലാ കഷ്ടതകളും വിജയകരമായി സഹിച്ചു. ഇതുപോലെ കഷ്ടതയുടെ സമയത്ത് നമ്മളും കർത്താവിൽ ആശ്രയിക്കണം. കഷ്ടതയുടെ സമയത്ത് ക്രിസ്തു എന്താണ് ചെയ്തത്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ക്രിസ്തുവിനറിയാമായിരുന്നു, ഈ ക്രൂശിലെ കഷ്ടതയിലൂടെ ഞാൻ കടന്നുപോയാൽ പിതാവായ ദൈവം സകല നാമത്തിലും മേലായ നാമം എനിക്ക് നൽകും. സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നാൾ വരും.
അത് ക്രിസ്തുവിനറിയാം. പക്ഷെ അതിനു മുമ്പ് ക്രൂശിലൂടെ, വേദനയിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൻ്റെ അപമാനം അലക്ഷ്യമാക്കി. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇതുപോലെ തന്നെ നമ്മളും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു തേജസ്കരണം ഒരു നാളിൽ ലഭിക്കും, അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ കഷ്ടത നാം സഹിക്കേണ്ടത്. അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വാക്യം നമ്മോട് പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 64. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അതുകൊണ്ട് ക്രിസ്തുവിന് വ്യക്തമായി ഉറപ്പുണ്ടായിരുന്നു, ഈ ക്രൂശുമരണം കഴിഞ്ഞാൽ എനിക്ക് പിതാവായ ദൈവം തരാനിരിക്കുന്ന തേജസ്കരണം. ദൈവമക്കളായ നമ്മളും കഷ്ടതയുടെ സമയത്ത് ദൈവം നമുക്ക് തരാനിരിക്കുന്ന മഹാപ്രതിഫലത്തെക്കുറിച്ച് ധ്യാനിക്കണം. ദൈവമക്കൾക്കുണ്ടാകുന്ന കഷ്ടതയുടെ ഉദ്ദേശം എന്താകുന്നു? യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരാകണം. ദൈവമക്കളായ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമുക്കറിയാം, രത്നക്കല്ല് നന്നായി പോളിഷ് ചെയ്യണം, ഉരയ്ക്കണം, എങ്കിൽ മാത്രമേ അത് നന്നായി തിളങ്ങുകയുള്ളൂ. ദൈവമക്കളായ നമ്മൾ രത്നക്കല്ലിനേക്കാളും വളരെ മൂല്യമുള്ളതാണ്. രത്നക്കല്ല് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ആകൃതിയോ വലിയ തിളക്കമോ ഒന്നുമില്ല, രൂപഭംഗിയില്ല. പിന്നീട് അതിനെ ചെത്തി വെടിപ്പാക്കുകയാണ്, പോളിഷ് ചെയ്യുകയാണ്. ഇതുപോലെ ദൈവമക്കളായ നമ്മെ കർത്താവ് ചെത്തി വെടിപ്പാക്കും. അതാണ് കഷ്ടത, പോളിഷ് ചെയ്യും. അങ്ങനെ നമ്മളും ദിവ്യ സ്വഭാവമുള്ളവരായി തിളങ്ങും. ഇതാണ് കഷ്ടതയുടെ ഒരു ഉദ്ദേശം. വെളിപ്പാട് 3-ാം അധ്യായം 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 6 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് നമ്മുടെ വിശ്വാസം. സ്വർണമാണെങ്കിൽ അതിനെ ശുദ്ധി ചെയ്യണം. നമ്മെ ശുദ്ധി ചെയ്യുവാൻ വേണ്ടിയാണ് കഷ്ടതകൾ ദൈവം അയക്കുന്നത്. കലർപ്പില്ലാത്ത ശുദ്ധമായ സ്വർണത്തിലേക്ക് നൈട്രിക് ആസിഡ് ഒഴിച്ചാൽ ശുദ്ധ സ്വർണത്തിന് ഒരു കുഴപ്പവും വരികയില്ല. എന്നാൽ കലർപ്പുള്ള സ്വർണത്തിലേക്ക് നൈട്രിക് ആസിഡ് ഒഴിച്ചാൽ അത് വിഘടിക്കും, ഡീകമ്പോസ് ചെയ്യും. നമ്മുടെ വിശ്വാസം ശുദ്ധമാണോ എന്ന് തിരിച്ചറിയാൻ കഷ്ടത സഹായിക്കുന്നു. കഷ്ടതയുടെ സമയത്താണ് ഒരു വിശ്വാസി ഒറിജിനൽ സ്വർണമാണോ അതോ കൂട്ടുള്ള സ്വർണമാണോ എന്ന് മനസ്സിലാകുന്നത്. മലാഖി 3-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. കർത്താവ് ഇപ്പോൾ എന്നെ വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കലൊരു ബൈബിൾ സ്റ്റുഡൻറ്റ് ഒരു ചിത്രം കണ്ടു. ദൈവത്തെ വെള്ളി ശുദ്ധീകരിക്കുന്ന ഒരു തട്ടാനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിത്രം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ആ ബൈബിൾ സ്റ്റുഡൻറ്റ് വെള്ളി ശുദ്ധീകരിക്കുന്ന ഒരു പണിക്കാരൻ്റെ സിൽവർ സ്മിത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം വെള്ളി ശുദ്ധി ചെയ്യുന്ന പ്രക്രിയ ബൈബിൾ സ്റ്റുഡൻറ്റിന് വിശദമായി കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു,
ഞാൻ വെള്ളി ചൂടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ചൂട് അല്പം കൂടിയാൽ വെള്ളി ചീത്തയാകും. അപ്പോൾ ആ ബൈബിൾ സ്റ്റുഡൻറ്റിന് ഒരു കാര്യം ബോധ്യമായി, ദൈവം നമ്മെ ചൂളയിൽ വെക്കുമ്പോൾ അതിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നത് ദൈവമാണ്. നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ചൂട് വരാൻ ദൈവം അനുവദിക്കുകയില്ല. മാത്രമല്ല, ദൈവം നമ്മെ അഗ്നിയിൽ ഇടുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധയും നമ്മിലാണ്. തുടർന്ന് ആ ബൈബിൾ സ്റ്റുഡൻറ്റ് തട്ടാനോട് ചോദിച്ചു, വെള്ളിയുടെ ഈ ശുദ്ധീകരണ പ്രക്രിയ പൂർണ്ണമായി എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ തട്ടാൻ പറഞ്ഞു, ഈ വെള്ളിയിൽ എപ്പോൾ എൻ്റെ മുഖം വ്യക്തമായി പ്രതിഫലിക്കുന്നുവോ അപ്പോൾ വെള്ളിയുടെ ശുദ്ധീകരണ പ്രക്രിയ പൂർണ്ണമായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കേട്ടപ്പോൾ ആ ബൈബിൾ സ്റ്റുഡൻറ്റിന് ഒരു കാര്യം ബോധ്യമായി. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണം. അതിനു വേണ്ടിയാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതിനു വേണ്ടിയാണ് കഷ്ടത. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി, അതേ സ്വരൂപമായി നാം മാറുമെന്ന് 2 കൊരിന്ത്യർ 3:18 കാണാം. ദൈവം അയക്കുന്ന കഷ്ടതയുടെ ഉദ്ദേശം ഇതാണ്: നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ നമ്മിലൂടെ കാണണം. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിലൂടെ പ്രതിഫലിക്കണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് പരിശോധനകളും ട്രയൽസും കഷ്ടതകളും ദൈവം അയക്കുന്നത്. ഇതിൽ പതറിപ്പോകാതെ വിജയിച്ചാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് നൽകും. റോമാലേഖനം 8:29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഭൂമിയിൽ വെച്ച് നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയായാൽ പിന്നെ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മെ മഹത്വത്തിലേക്ക് കർത്താവ് ചേർക്കും. പിന്നെ നാം ഭൂമിയിൽ ജീവനോടെ കാണുകയില്ല. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് കൂടുതൽ കഷ്ടത വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ കർത്താവിനോട് അടുത്ത് വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരും കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ട്. ആത്മാർത്ഥതയുള്ള ദൈവമക്കൾ എനിക്ക് എങ്ങനെ കൂടുതൽ കർത്താവിനോട് അടുത്ത് ജീവിക്കണം. വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പല ദൈവമക്കളും പല രീതിയിലുള്ള മുള്ളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു, വേദനിക്കുന്നു. ആത്മാർത്ഥതയുള്ളൊരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം ഓരോ വർഷം കഴിയും തോറും എനിക്ക് കൂടുതലായി കർത്താവിനോട് അടുത്ത് വസിക്കണം. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ശിരസിൽ മുൾമുടിയുണ്ട്. ഒരു ഭക്തൻ യേശുവിൻ്റെ മുഖത്തോട് കൂടുതൽ അടുക്കും തോറും ക്രിസ്തുവിൻ്റെ തലയിലുള്ള മുള്ള് ഇവൻ്റെ മുഖത്തും കൊള്ളും. അപ്പോൾ വേദനിക്കും. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും പല രീതിയിലുള്ള മുള്ളുകൾ കൊണ്ട് വേദന അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. അതിൽ സന്തോഷിച്ച് പ്രത്യാശയോടെ സ്തുതിക്കണം. ചില ദൈവദാസന്മാർ പലപ്പോഴും വലിയ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു ദൈവദാസൻ വിവിധ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഒരു ദൈവദാസൻ ദൈവഹിതപ്രകാരമുള്ളൊരു ദൈവമനുഷ്യനായി മാറണം. ദൈവഹിതപ്രകാരമുള്ള ഒരു ദൈവമനുഷ്യനായി ഒരുവൻ മാറിയാൽ അവൻ മുഖാന്തരം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കിട്ടും. മാത്രമല്ല, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനേകരെ പഠിപ്പിക്കുവാൻ തക്ക രീതിയിലുള്ള വചനജ്ഞാനവും ദൈവം ആ ഭക്തന് നൽകും. കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നാം ആ കഷ്ടതയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഒരു സഭയിലെ ദൈവദാസന് അല്ലെങ്കിൽ ശുശ്രൂഷകന് കഷ്ടതകൾ വരുമ്പോൾ ആ കഷ്ടതയെ ഏത് രീതിയിലാണ് അദ്ദേഹം സമീപിക്കുന്നത്? അദ്ദേഹത്തിന് കീഴിലുള്ള വിശ്വാസികൾ മാത്രമല്ല, മറ്റുള്ളവരും അത് ശ്രദ്ധിക്കും. ആ കഷ്ടതയിൽ ഇദ്ദേഹം സഹിഷ്ണുത കാണിച്ച് ക്രിസ്തുവിൻ്റെ ദിവ്യസ്വഭാവം പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ മറ്റു വിശ്വാസികളെ കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ഈ ദേവദാസൻ്റെ സഹനശീലം ഉപകരിക്കും. കഷ്ടതകളിൽ അടിപതറി ജഡത്തിൻ്റെ ആയുധങ്ങളിലേക്ക് തിരിയുന്ന ഒരു സഭാ ശുശ്രൂഷകനാണ് ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്നതെങ്കിൽ
വിശ്വാസികളും സാധാരണ രീതിയിൽ ജഡികരായി, മത്സരികളായി, കപടഭക്തരായി പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ടൊരു ദൈവദാസൻ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ നിരവധിയായ അച്ചടക്ക നടപടിക്ക് കർത്താവ് അദ്ദേഹത്തെ വിധേയനാക്കും. ദൈവത്തിന് അദ്ദേഹത്തോടുള്ള മഹാകരുതലാണ് ഇത് വിളിച്ചോതുന്നത്. മാത്രമല്ല, നിരവധി കഷ്ടതകളിലൂടെ കടന്നുപോയി അതിനെ ജയിക്കുന്ന പല ദൈവഭൃത്യന്മാരിലൂടെയും നാം കേൾക്കുന്ന വചന സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാണ്. കഷ്ടതകളിൽ സഹിഷ്ണുത കാണിക്കാതെ സഭാരാഷ്ട്രീയവും പണക്കൊതിയും തരികിടയും ഇങ്ങനെയൊക്കെയായി പോകുന്ന ഒരു ശുശ്രൂഷകളിലൂടെ ഒരിക്കലും ദൈവഹിതപ്രകാരമുള്ള ഒരു വചന സന്ദേശം വരികയില്ല. കഷ്ടതകളിൽ സഹിഷ്ണുത കാണിച്ച് ദൈവേഷ്ടം ചെയ്യുന്ന ദൈവഭൃത്യന്മാരിലൂടെ മാത്രമേ വിശ്വാസികളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന സന്ദേശങ്ങൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ശുശ്രൂഷകന്മാരെ ദൈവം നിരവധിയായ കഷ്ടങ്ങളിലൂടെ കടത്തിവിടും, ചെത്തിവെടിപ്പാക്കും. കഷ്ടതകളിൽ സഹനശീലം കാണിക്കുന്നവരിൽ നുണയും കാപഢ്യവും പണക്കൊതിയും അവരിൽ ലവലേശം കാണുവാൻ കഴിയുകയില്ല. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരു വിശ്വാസിക്ക് കഷ്ടത വന്നാൽ അതിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. പെന്തക്കോസ്ത് നാളിൽ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ സ്ഥാപിതമായി. അന്ന് തൊട്ട് 21-ാം നൂറ്റാണ്ട് വരെ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലും ദൈവമക്കൾ നിരവധി കഷ്ടതകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ നിമിത്തം പീഡനങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനെല്ലാം അവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഈ കഷ്ടത വന്നിരിക്കുന്നത്, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇപ്പോൾ ദൈവസഭ ഞെരുക്കത്തിലൂടെ, കഷ്ടതയിലൂടെ, പീഡനത്തിലൂടെ പോകുകയാണ്. അത് മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരണം. നീതിയോടെ ഒരു രാജാവ് ഭരിക്കും. അതുവരെ നാം ക്ഷമയോടെ കാത്തിരിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7 മുതൽ സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടിരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവും ഉള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. 2 തിമോത്തി 3-ാം അധ്യായം 12-13 വരെ. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് ദോഷത്തിൽ മുതിർന്നു വരും. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയുണ്ട്. ആ കഷ്ടത വരുമ്പോൾ ഒരു കാര്യം നാം ധ്യാനിക്കണം. ഈ കഷ്ടത അവസാനിക്കും. എൻ്റെ കണ്ണിലെ കണ്ണുനീർ കർത്താവ് തന്നെ തൻ്റെ കൈകളാൽ ഒരിക്കൽ തുടയ്ക്കും. കഷ്ടതയില്ലാത്ത, പരിശോധനയില്ലാത്ത, പിശാചില്ലാത്ത, ദുഷ്ടമനുഷ്യർ ഇല്ലാത്ത, അന്ധകാരമില്ലാത്ത നിത്യമായ സ്വർഗരാജ്യത്തിൽ ഞാൻ പ്രവേശിക്കും. നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇത്തരത്തിലുള്ള പ്രത്യാശ ചിന്തയാൽ നാം നിറഞ്ഞാൽ കഷ്ടതകളിൽ ഒരിക്കലും നാം സഹനശീലം കൈവിടുകയില്ല. നമുക്ക് കഷ്ടത വരുമ്പോൾ നമുക്ക് കഷ്ടത വരുത്തുന്നവരുടെ നേരെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? കർത്താവ് പറഞ്ഞു, മത്തായി 5-ാം അധ്യായം 44-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇനി റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ
അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ 17-ാം വാക്യം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. റോമാലേഖനം 12-ാം അധ്യായം തന്നെ 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മൾ കഷ്ടതയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? ദൈവമക്കളായ നാം കഷ്ടതയെ ഭയക്കുകയോ അവയിൽ നിന്ന് ഓടി ഒളിക്കുകയോ ചെയ്യേണ്ട കാര്യം ഇല്ല. കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എല്ലാവരും ഭയക്കുന്നത് മരണത്തെയാണ്. മരണം തൊട്ട് മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് പരിഭ്രാന്തി വരുന്നത്. എന്നാൽ കർത്താവായ യേശു അനുവദിക്കാതെ ഒരു ദുഷ്ടമനുഷ്യനോ അപകടത്തിനോ രോഗാണുക്കൾക്കോ പിശാചിനോ നമ്മുടെ പ്രാണനെ തൊടാനുള്ള അനുവാദമില്ല. കാരണം ദൈവമക്കളുടെ മരണത്തിൻ്റെ താക്കോൽ പിടിച്ചിരിക്കുന്നത് പിശാചല്ല, കർത്താവാണ്. ഇന്ന് പല ദൈവമക്കളും അപകടത്തിൽ മരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വിശുദ്ധിയിൽ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നു, അപ്പോഴാണല്ലോ പെട്ടെന്ന് ഒരപകടം വന്ന് അവർ മരിച്ചുപോയത്. പ്രിയമുള്ളവരെ, നാം കഷ്ടതയിൽ സഹനശീലം കാണിക്കുന്ന, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്ന യഥാർത്ഥ ദൈവമക്കളാണ് എങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കയ്യിലാണ്. വെളിപ്പാട് 1:18 ഇവിടെ കർത്താവായ യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമ്മുടെ മരണത്തിൻ്റെ താക്കോൽ പിശാചിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, കർത്താവായ യേശുവിൻ്റെ കയ്യിലാണ്. 1 ശമൂവേൽ 2:6 യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കരത്തിലാണ്. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത് എന്ന് കർത്താവ് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ ശരീരം പരമാവധി 70, 80, 90 വർഷം. ഒരിക്കൽ നമ്മുടെ ശരീരമെല്ലാം ദ്രവിച്ചു പോകും മരണത്തിലൂടെ. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇവിടെ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് കർത്താവ് പറയുന്നത്, നമ്മളെ വാസ്തവത്തിൽ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ശരീരത്തെ മാത്രമേ, ഈ താൽക്കാലിക ശരീരത്തോട് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ ദുഷ്ടമനുഷ്യർക്കോ സാഹചര്യങ്ങൾക്കോ പ്രകൃതിക്ഷോഭങ്ങൾക്കോ കഴിവുള്ളൂ. നമ്മുടെ ആത്മാവിനെ തൊടുവാൻ ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും കഴിവില്ല. ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമ്മളിപ്പോൾ തന്നെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ്. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 2 മുതൽ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായിരിക്കുകയാണ്. ധാരാളം ക്രിസ്ത്യാനികളെ സുവിശേഷ വിരോധികളും മതഭീകരന്മാരും കൊന്നിട്ടുണ്ട്, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ശരീരത്തിന് മാത്രമേ കേടുവരുത്തുവാൻ ഈ തീവ്രവാദികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ദൈവമക്കളുടെ ആത്മാവിനെ തൊടുവാൻ ഒരു ഭീകരന്മാർക്കും കഴിവില്ല. തിരുവചനം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. 4-ാം വാക്യത്തിൽ, നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും.
അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ആ മഹത്വത്തിൽ നമ്മളും പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ ചിന്താവിഷയം. റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ മഹത്വീകരണം, തേജസ്കരണം, അതിനെ ഇല്ലാതാക്കുവാൻ ദുഷ്ടമനുഷ്യർക്കോ പ്രകൃതിക്ഷോഭങ്ങൾക്കോ രോഗാണുക്കൾക്കോ ശേഷിയില്ല. ഈ ശരീരം മരിക്കും. എന്നാൽ നമ്മുടെ ശാരീരിക മരണത്തിൻ്റെ കാര്യത്തിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. അനാവശ്യമായി ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സുവിശേഷ വിരോധിയാകട്ടെ, ഒരു രോഗാണുവാകട്ടെ, പ്രകൃതിക്ഷോഭമാകട്ടെ, മറ്റെന്തെങ്കിലും ആകട്ടെ, കർത്താവ് അനുവദിക്കാതെ ഇവയൊന്നും നമ്മെ സ്പർശിക്കുകയില്ല. ലൂക്കോസ് 12:6-7 2 കാശിനെ 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടതകൾ വന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത് ശരിയാണോ? എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത വന്നു എന്നല്ല നാം ചോദിക്കേണ്ടത്. എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത വന്നുകൂടാ, അതാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ദൈവം എന്നെ കഷ്ടതയിൽ നിന്ന് ഒഴിവാക്കണം, അതാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. അല്ലാതെ ഇത് എന്തിനാ ദൈവമേ അനുവദിച്ചത് എന്നല്ല നാം ചോദിക്കേണ്ടത്. ഇന്ന് ലോകത്തിലുള്ള കോടിക്കണക്കിന് ദൈവമക്കൾ ഞെരുക്കത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, പട്ടിണിയിലൂടെ, രോഗത്തിലൂടെ, സുവിശേഷ വിരോധികളുടെ എതിർപ്പിലൂടെ കടന്നു പോകുന്നു. സ്വന്തം വീടും മറ്റെല്ലാം ഉപേക്ഷിച്ച് അവർ സ്വീകരിച്ച ക്രിസ്തുമാർഗ നിമിത്തം പലായനം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കെന്തുകൊണ്ട് കഷ്ടത ദൈവമേ അങ്ങ് അനുവദിച്ചു എന്നല്ല, എനിക്ക് എന്തുകൊണ്ട് കഷ്ടത വന്നുകൂടാ എന്നാണ് നാം ചോദിക്കേണ്ടത്. നാം പഠിക്കുന്ന റോമാലേഖനം 8-ാം തന്നെ 22-ാം വാക്യത്തിൽ സകല സൃഷ്ടികളും ഈറ്റുനോവ് അനുഭവിക്കുന്നു, പ്രസവവേദന അനുഭവിക്കുന്നു. റോമാലേഖനം 8-22 മുതൽ സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചും കൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. റോമാലേഖനം 8-22 മുതൽ സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. സകല സൃഷ്ടികളും വേദന അനുഭവിക്കുന്നു, ഈറ്റുനോവ്. കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആന്തരികമായി. എല്ലാ ദൈവമക്കൾക്കും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ കഷ്ടതകൾ ഇന്ന് ജീവിതത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. നാം ഈ മൺകൂടാരത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ മൺകൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പല ശോധനകളും ഉണ്ടാകും. എന്നാൽ ഇതെപ്പോൾ അസ്തമിക്കും? നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മിൽ എന്നാണോ തേജസ്കരണം നടക്കുന്നത് അന്ന് വരെ നമുക്ക് കഷ്ടതകൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവമേ, എന്തിനാണ് എനിക്ക് ഈ കഷ്ടത അങ്ങ് അനുവദിച്ചത് എന്നല്ല ദൈവമക്കൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് കഷ്ടത വന്നുകൂടാ എന്നാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. കാരണം എല്ലാവരും കഷ്ടത്തിലൂടെയല്ലേ പോകുന്നത്. ആ കഷ്ടതയിൽ നമ്മൾ സഹനശീലമുള്ളവരായി ക്രിസ്തുവിൻ്റെ ദിവ്യസ്വഭാവം പ്രതിഫലിപ്പിക്കണം എന്ന് മാത്രം.